വെൽക്കം ടു ലെക്സ് ലെക്ചേഴ്സ്. നമ്മൾ ഇന്നിവിടെ ഈ വീഡിയോയിൽ നോക്കുന്നത് നമ്മൾ ഡി കെ ബാസു കേസ് ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. ആ കേസിൻ്റെ അകത്ത് സുപ്രീം കോർട്ട് ലേ ഡൗൺ ചെയ്തിരിക്കുന്ന കുറച്ച് ഗൈഡ് ലൈൻസ് ഉണ്ട്. ഈ ഗൈഡ് ലൈൻസിന് സ്റ്റാറ്റ്യൂട്ടറി റെക്കഗ്നൈസേഷൻ കൊണ്ടുവന്നിട്ടുള്ള കുറെ പ്രൊവിഷൻസ് അണ്ടർ BNSS ആണ് ഈ വീഡിയോയിൽ നോക്കുന്നത്. ഡെസിഗ്നേറ്റഡ് പോലീസ് ഓഫീസർ സെക്ഷൻ 37 ആണ്. സ്റ്റേറ്റ് ഗവൺമെന്റിന് എല്ലാ ഡിസ്ട്രിക്റ്റിലും സ്റ്റേറ്റ് ലെവലിലും ഒരു പോലീസ് കൺട്രോൾ റൂം സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ എല്ലാ ഡിസ്ട്രിക്റ്റിലും ഒരു പോലീസ് സ്റ്റേഷനും അതുപോലെ തന്നെ ഒരു പോലീസ് ഓഫീസറിനെയും അപ്പോയിന്റ് ചെയ്യാം. ഈ പോലീസ് ഓഫീസർ എന്ന് പറയുന്നത് നമ്മുടെ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ റാങ്കിനേക്കാളും ബിലോ ആയിട്ടുള്ള റാങ്ക് ഉള്ള ഒരു പോലീസ് ഓഫീസർ ആവരുത്. ഈ പോലീസ് ഓഫീസർ ആയിരിക്കും ഈ ഡിസ്ട്രിക്റ്റിൽ അപ്പോയിന്റ് ചെയ്യുന്ന ഈ പോലീസ് ഓഫീസർ ആയിരിക്കും ആ ഡിസ്ട്രിക്റ്റിൽ അറസ്റ്റ് ചെയ്യുന്ന എല്ലാ വ്യക്തികളുടെയും നെയിമും അഡ്രസ്സിന്റെയും റെക്കോർഡ് കീപ്പ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആ അറസ്റ്റിയുടെ മുകളിൽ ചാർജ് ചെയ്തിരിക്കുന്ന ഒഫൻസിന്റെ ഡീറ്റെയിൽസും കീപ്പ് ചെയ്യുന്നത് ഈ പോലീസ് ഓഫീസർ ആയിരിക്കും. ഈ ഇൻഫോർമേഷൻസ് എല്ലാം നമ്മുടെ ഡിസ്ട്രിക്റ്റിലെ എല്ലാ പോലീസ് സ്റ്റേഷനിലും ഡിസ്പ്ലേ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് ഹെഡ് ക്വാർട്ടേഴ്സിലും ഡിസ്പ്ലേ ചെയ്തിരിക്കണം. ഈ ഡിസ്പ്ലേ ചെയ്യുന്ന മോഡ് എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് ഡിജിറ്റൽ മോഡ് വഴിയും ഡിസ്പ്ലേ ചെയ്യാം. നെക്സ്റ്റ് നമ്മുടെ ഡി കെ ബാസു കേസിൻ്റെ അകത്ത് ലേ ഡൗൺ ചെയ്തിരിക്കുന്ന ഒരു ഗൈഡ് ലൈൻ ആണ് റൈറ്റ് ഓഫ് അറസ്റ്റഡ് പേഴ്സൺ ടു മീറ്റ് ആൻ അഡ്വക്കേറ്റ് ഓഫ് ഹിസ് ചോയ്സ് ഡ്യൂറിങ് ഇന്ററോഗേഷൻ. ഇതാണ് നമ്മുടെ സെക്ഷൻ 38 ഓഫ് BNSS പറയുന്നത്. നമ്മുടെ ഡി കെ ബാസുവിൻ്റെ അകത്ത് ലേ ഡൗൺ ചെയ്തിരിക്കുന്ന ഈ ഒരു ഗൈഡ് ലൈന് സ്റ്റാറ്റ്യൂട്ടറി റെക്കഗ്നൈസേഷൻ കൊണ്ടുവന്ന ഒരു പ്രൊവിഷൻ ആണ് നമ്മുടെ സെക്ഷൻ 38 ഓഫ് BNSS. പിന്നെ ഉള്ളത് പെർസ്യൂട്ട് ഓഫ് ഒഫൻഡർ ഇൻറ്റു അതർ ജൂറിസ്ഡിക്ഷൻ സെക്ഷൻ 45 ആൻഡ് 44 ആണ്. നമ്മുടെ ഈ പെർസ്യൂട്ട് ഓഫ് ഒഫൻഡർ ഇൻറ്റു അതർ ജൂറിസ്ഡിക്ഷൻ ആ ടേമിന്റെ ആ മീനിങ് തന്നെ എന്ന് പറഞ്ഞാൽ മറ്റ് അധികാര പരിധിയിലേക്ക് കുറ്റവാളികളെ പിന്തുടരുക. മറ്റ് അധികാര പരിധികളിലേക്ക് കുറ്റവാളികളെ പിന്തുടരുക. സെക്ഷൻ 45 ഓഫ് സംഹിത പ്രകാരം ഒരു പോലീസ് ഓഫീസറിന് ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇന്ത്യയിലുള്ള ഏതൊരു പ്ലേസിലും പിന്തുടരാൻ സാധിക്കും. പെർസ്യൂ എന്ന് പറഞ്ഞാൽ പിന്തുടരുക. സെക്ഷൻ 44 ഓഫ് സംഹിത പ്രകാരം ഇപ്പോൾ നമ്മൾ അറസ്റ്റ് ചെയ്യേണ്ട വ്യക്തി വേറെ ഒരു വ്യക്തിയുടെ ഒരു അനദർ പേഴ്സൺ ഒക്യുപ്പൈ ചെയ്യുന്ന ഒരു ഹൗസിലോ പ്ലേസിലോ എൻ്റർ ചെയ്തു എന്ന് വിശ്വസിക്കാൻ നമ്മുടെ അറസ്റ്റ് ചെയ്യാൻ അധികാരമുള്ള പോലീസ് ഓഫീസറിന് മതിയായ കാരണങ്ങൾ ഉണ്ടെങ്കിൽ ആ പോലീസ് ഓഫീസറിന് ഈ ഹൗസോ പ്ലേസോ ഒക്യുപ്പൈ ചെയ്യുന്ന ആ അനദർ പേഴ്സൺ ഉണ്ട് ആ ഹൗസിലേക്ക് ഫ്രീ ഇൻഗ്രസിന് വേണ്ടിയും അതുപോലെ തന്നെ അവിടെ സെർച്ച് നടത്താൻ വേണ്ടി ഉള്ള റീസണബിൾ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഡിമാൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇങ്ങനെ ഫ്രീ ഇൻഗ്രസിന് വേണ്ടിയും അതുപോലെ തന്നെ റീസണബിൾ ഫെസിലിറ്റീസിന് വേണ്ടിയും ഡിമാൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഒക്യുപ്പന്റ് ഫ്രീ ഇൻഗ്രസ് സമ്മതിക്കുന്നില്ല. ഫ്രീ ഇൻഗ്രസ് എന്ന് പറഞ്ഞാൽ പോലീസ് ഓഫീസറിന് ഇൻഡിപെൻഡന്റ് ആയിട്ട് ആ പ്ലേസിൽ കയറി സെർച്ച് ചെയ്യാനുള്ള അവകാശമാണ്. ഫ്രീ ഇൻഗ്രസിന് സമ്മതിക്കാത്ത സാഹചര്യങ്ങളിൽ നമ്മൾ പോലീസ് ഓഫീസറിന് ആ പ്ലേസിൽ എൻ്റർ ചെയ്തിട്ട് ആ പ്ലേസ് സെർച്ച് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഈ ഒരു സർക്കംസ്റ്റൻസിൽ നമ്മുടെ പോലീസ് ഓഫീസറിന് ഔട്ടർ ഓർ ഇന്നർ ഡോർ ബ്രേക്ക് ചെയ്തോ അല്ലെങ്കിൽ ആ ഹൗസിന്റെ ഒരു പ്ലേസിന്റെയോ വിൻഡോ ബ്രേക്ക് ചെയ്തോ ആ പ്ലേസിൽ അല്ലെങ്കിൽ ഹൗസിൽ എൻ്റർ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇവർ ഫ്രീ ഇൻഗ്രസ് സമ്മതിക്കാത്ത സാഹചര്യങ്ങളിൽ. അപ്പോൾ ഈ ഒക്യുപ്പൻസി ഒരു ഫീമെയിൽ ആണ്. ഒക്യുപ്പന്റ് എന്ന് പറയുന്ന ഒരു ഫീമെയിൽ ആണെന്ന് വിചാരിച്ചോ. ആ ഫീമെയിൽ എന്ന് പറഞ്ഞാൽ പബ്ലിക്കിൽ അങ്ങനെ അപ്പിയർ ചെയ്യാത്ത ഒരു ഫീമെയിൽ ആണ്. പർദിനാഷ്യൽ ലേഡി എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ പബ്ലിക്കിൽ അപ്പിയർ ചെയ്യാത്ത ഒരു ലേഡി ആണെങ്കിൽ നമ്മുടെ പോലീസ് ഓഫീസർ ആണെങ്കിൽ ഈ അപ്പാർട്ട്മെന്റിൽ എൻ്റർ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഈ ഫീമെയിലിന് ഒരു നോട്ടീസ് കൊടുക്കണം. ദാറ്റ് മീൻസ് ആ ഫീമെയിൽ അവിടുന്ന് വിഡ്രോ ചെയ്യണം. അതുപോലെ തന്നെ ആ ഫീമെയിലിന് ആ പ്ലേസിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ വേണ്ടിയുള്ള എല്ലാ റീസണബിൾ ഫെസിലിറ്റിയും ഞങ്ങൾ ഒരുക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നോട്ടീസ് ആ ഫീമെയിലിന് കൊടുത്തിരിക്കണം. പിന്നെ നമ്മുടെ ഈ പോലീസ് ഓഫീസർ ഒരു ഹൗസിലോ ഒരു പ്ലേസിലോ ഡീറ്റെയിൻ ആയിട്ട് കിടക്കുവാണ്. മീൻസ് പോലീസ് ഓഫീസർ തടങ്ങിലായി കിടക്കുവാണ് നമ്മുടെ ഒരു ഹൗസിലോ ഒരു പ്ലേസിലോ. അപ്പം തനിക്ക് തന്നെ
രക്ഷിക്കാൻ വേണ്ടി ഒരു ഔട്ടർ അല്ലെങ്കിൽ ഒരു ഇന്നർ ഡോറ് അല്ലെങ്കിൽ ഹൗസിന്റെ ഒരു വിൻഡോ ബ്രേക്ക് ചെയ്യാനുള്ള റൈറ്റും ഉണ്ട്. പിന്നെ ഉള്ളതാണ് അൺനെസസറി റെസ്ട്രെയിൻ യൂസ് ചെയ്യാൻ പാടില്ല, സെക്ഷൻ 46 ഓഫ് സംഹിത. ഇപ്പൊ ഒരു പോലീസ് ഓഫീസർ ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ നെസസറി ആയിട്ടുള്ള ഫോഴ്സ് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ, നെസസറി ആയിട്ടുള്ള റെസ്ട്രെയിൻ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അൺനെസസറി റെസ്ട്രെയിന് ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യരുത് എന്നാണ് നമ്മൾ സെക്ഷൻ 46 ഓഫ് സംഹിത പേഴ്സൺ. സെക്ഷൻ 49 ആണ് നമ്മൾ പോലീസ് ഓഫീസർ ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ ആ വ്യക്തിയെ സെർച്ച് ചെയ്യണം, എന്നിട്ട് ആ വ്യക്തിയിൽ നിന്ന് കിട്ടുന്ന ആർട്ടിക്കിൾസ് എല്ലാം സേഫ് കസ്റ്റഡിയിൽ വെച്ചിരിക്കണം. നമ്മുടെ ഈ ആർട്ടിക്കിൾസ് എന്ന് പറയുമ്പം നെസസറി ആയിട്ടുള്ള വിയറിംഗ് അപ്പാരൽസ് ഒക്കെ ഇല്ലേ, അദ്ദേഹം വിയർ ചെയ്യുന്ന കാര്യങ്ങൾ അത് കസ്റ്റഡിയിൽ എടുക്കത്തില്ല. ബാക്കിയുള്ള ആർട്ടിക്കിൾസ് എല്ലാം സേഫ് കസ്റ്റഡിയിൽ പോലീസ് ഓഫീസർ എടുക്കും. അതിനുശേഷം ഇദ്ദേഹത്തിൽ നിന്ന് സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന ഏതെങ്കിലും ഒരു ആർട്ടിക്കിള് നമ്മുടെ പോലീസ് ഓഫീസർ സീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പോലീസ് ഓഫീസർ ഇങ്ങനെ ഒരു ആർട്ടിക്കിളിന്റെ പൊസഷൻ എടുത്തു എന്ന് പറഞ്ഞുള്ള ഒരു റെസിപ്റ്റ് എന്ന് ഷോ ചെയ്യുന്ന ഒരു റെസിപ്റ്റ് നമ്മൾ ഈ അറസ്റ്റിക്ക് കൊടുത്തിരിക്കണം. അപ്പൊ ഫസ്റ്റ് എന്താണ്, ഒരു പോലീസ് ഓഫീസർ ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ ആ വ്യക്തിയിൽ നിന്ന് കിട്ടുന്ന നമ്മുടെ വിയറിംഗ് അപ്പാരൽസ് ഒഴികെയുള്ള ബാക്കി എല്ലാ ആർട്ടിക്കിൾസും സേഫ് കസ്റ്റഡിയിൽ പോലീസ് ഓഫീസർ സൂക്ഷിക്കണം. അതുപോലെ തന്നെ ഈ വ്യക്തിയിൽ നിന്ന്, ഈ അറസ്റ്റിൽ നിന്ന് ഏതെങ്കിലും ഒരു ആർട്ടിക്കിൾ നമ്മുടെ പോലീസ് ഓഫീസർ സീസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പോലീസ് ഓഫീസർ ഇങ്ങനെ ഒരു ആർട്ടിക്കിളിന്റെ പൊസഷൻ എടുത്തു എന്ന് ഷോ ചെയ്യുന്ന ഒരു റെസിപ്റ്റ് ഈ അറസ്റ്റിക്ക് പോലീസ് ഓഫീസർ കൊടുത്തിരിക്കണം. പിന്നെ നമ്മൾ വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യുകയില്ലേ, ഇങ്ങനെയുള്ള കേസസിൽ 24 മണിക്കൂർ അറസ്റ്റിന് ശേഷം 24 മണിക്കൂറിനുള്ളിൽ മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ പ്രസന്റ് ചെയ്തിരിക്കണം. ഇത് നമ്മുടെ പ്ലേസ് ഓഫ് അറസ്റ്റിൽ നിന്നും മജിസ്ട്രേറ്റ് കോർട്ടിലേക്ക് വരാനുള്ള ആ ജേർണി ഈ 24 മണിക്കൂറിൽ നിന്നും എക്സ്ക്ലൂഡ് ചെയ്യും. ആ സമയം ഈ 24 മണിക്കൂറിൻ്റെ അകത്ത് കൂട്ടത്തില്ല. അതുപോലെ തന്നെ ഒരു വ്യക്തിയെ വാറണ്ട് ഇല്ലാതെയാണ് അറസ്റ്റ് ചെയ്യുന്നെങ്കിൽ ഏത് ഗ്രൗണ്ടിന്റെ ബേസിസിലാണ് ഇദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുന്നതെന്നുള്ളത് നമ്മുടെ പോലീസ് ഓഫീസർ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇൻഫോം ചെയ്തിരിക്കണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ഇപ്പോൾ അറസ്റ്റ് ഒരു ബെയിലബിൾ ഒഫൻസിലാണ് ഇൻവോൾവ് ചെയ്തിരിക്കുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു റൈറ്റ് ആണ് ബെയില്. ഈ ബെയിലിനുള്ള ഈ റൈറ്റും ഇദ്ദേഹത്തിനെ ഇൻഫോം ചെയ്തിരിക്കണം. അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് വാറണ്ട് ഇല്ലെങ്കിൽ ഏത് ഗ്രൗണ്ടിന്റെ ബേസിസിലാണ് അറസ്റ്റ് ചെയ്യുന്നത് ഇൻഫോം ചെയ്തിരിക്കണം. ബെയിലബിൾ ഒഫൻസ് ആണെങ്കിൽ ബെയിലിന് എൻടൈറ്റിൽഡ് ആണ് എന്ന് പറഞ്ഞുള്ള ഇൻഫോർമേഷനും ഈ അറസ്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം നമ്മുടെ പോലീസ് ഓഫീസർ. Obligation of person making arrest to inform about the arrest to a nominated person. നമ്മൾ DK ബാസു കേസിൻ്റെ അകത്ത് പറയുന്നു ഇൻഫോമിങ് റിലേറ്റീവ് ഓർ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ ഒരു ഗൈഡ് ലൈന് നമ്മുടെ സുപ്രീം കോർട്ട് ലേ ഡൗൺ ചെയ്തിരുന്നു. ആ ഗൈഡ് ലൈന് സ്റ്റാറ്റ്യൂട്ടറി റെക്കഗ്നൈസേഷൻ കൊണ്ടുവന്നിട്ടുള്ള ഒരു പ്രൊവിഷനാണ് നമ്മുടെ സെക്ഷൻ 48 ഓഫ് BNSS. ഉള്ളതാണ് നമുക്ക് മെഡിക്കൽ എക്സാമിനേഷൻ ഓഫ് അറസ്റ്റഡ് പേഴ്സൺ അറ്റ് ദ റിക്വസ്റ്റ് ഓഫ് പോലീസ് ഓഫീസർ, സെക്ഷൻ 51 ഓഫ് സംഹിത. നമുക്ക് നമ്മുടെ പോലീസ് ഓഫീസറിന് അക്യൂസ്ഡിനെ എക്സാമിൻ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണറോട് റിക്വസ്റ്റ് ചെയ്യാം. ഇപ്പൊ ഈ അക്യൂസ്ഡ് എന്ന് പറയുന്ന ഒരു ഫീമെയിൽ ആണെങ്കിൽ ഈ എക്സാമിനേഷൻ ചെയ്യേണ്ടത് ഒരു ഫീമെയിൽ മെഡിക്കൽ പ്രാക്ടീഷണർ തന്നെ ആയിരിക്കണം. ഇങ്ങനെ ഒരു എക്സാമിനേഷന് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഡിലേ ഒന്നും ഇല്ലാതെ നമ്മുടെ ഈ മെഡിക്കൽ പ്രാക്ടീഷണർ ഒരു എക്സാമിനേഷൻ റിപ്പോർട്ട് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറിന് ഫോർവേഡ് ചെയ്തിരിക്കണം. ഈ എക്സാമിനേഷൻ എന്ന് പറയുന്ന ആ ടേമിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത് എക്സാമിനേഷൻ ഓഫ് ബ്ലഡ് സ്റ്റെയിൻസ്, സ്വാബ് ഇൻ കേസ് ഓഫ് സെക്ഷൽ ഒഫൻസ്, sputum and sweat, hair samples and fingernail clippings by the use of modern and scientific technique including DNA profiling and such other tests which the registered medical practitioner think necessary in a particular case. നമ്മുടെ ഈ എക്സാമിനേഷൻ എന്ന് പറയുന്ന ഈ ടേമിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മെഡിക്കൽ പ്രാക്ടീഷണറിന് പർട്ടിക്കുലർ കേസിൽ നെസസറി ആണെന്ന് തോന്നുന്ന എല്ലാ ടെസ്റ്റുകളും ഈ എക്സാമിനേഷൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യും.
അപ്പൊ മെഡിക്കൽ എക്സാമിനേഷൻ ഓഫ് അറസ്റ്റഡ് പേഴ്സൺ അറ്റ് ദ റിക്വസ്റ്റ് ഓഫ് പോലീസ് ഓഫീസർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. പോലീസ് ഓഫീസറിന് എക്സാമിനേഷന് റിക്വസ്റ്റ് ചെയ്യാം. ഫീമെയിൽ ആണെങ്കിൽ ഒരു ഫീമെയിൽ മെഡിക്കൽ പ്രാക്ടീഷണർ വേണം. ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിത്തൗട്ട് ഡിലേ ഒരു എക്സാമിനേഷൻ റിപ്പോർട്ട് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറിന് നമ്മുടെ ഈ മെഡിക്കൽ പ്രാക്ടീഷണർ ഫോർവേഡ് ചെയ്തിരിക്കും. എക്സാമിനേഷൻ ഓഫ് പേഴ്സൺ അക്യൂസ്ഡ് ഓഫ് റേപ്പ് ബൈ മെഡിക്കൽ പ്രാക്ടീഷണർ സെക്ഷൻ 52 ഓഫ് സംഹിതയാണ് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ പോലീസ് ഓഫീസറെ അറസ്റ്റ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ മേളിൽ ചാർജ് ചെയ്തിരിക്കുന്ന ഒരു ഒഫൻസ് ഓഫ് റേപ്പ് ആണ്, അല്ലെങ്കിൽ അറ്റംപ്റ്റ് ടു കമ്മിറ്റ് റേപ്പ് ആണ് എന്ന് വിചാരിച്ചോ. അപ്പോൾ ഈ വ്യക്തിയെ എക്സാമിൻ ചെയ്യുന്നത് വഴി ഈ ഒഫൻസിനെ റിലേറ്റഡ് ആയിട്ട് ഒരു വാല്യുബിൾ ആയിട്ടുള്ള ഒരു എവിഡൻസ് കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് നമ്മുടെ പോലീസ് ഓഫീസർ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ പോലീസ് ഓഫീസറിന് നമ്മുടെ ഗവൺമെന്റ് റൺ ചെയ്യുന്ന ഒരു ഹോസ്പിറ്റല് അല്ലെങ്കിൽ ലോക്കൽ അതോറിറ്റി റൺ ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലിലെ രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷനോട് ഈ അക്യൂസ്ഡിന്റെ എക്സാമിനേഷൻ റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ നമ്മുടെ ഈ ഒഫൻസ് കമ്മിറ്റ് ചെയ്ത പ്ലേസിൽ നിന്നും 16 കിലോമീറ്റർ റേഡിയസിൽ ഒരു രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ ഇൻ ഹോസ്പിറ്റൽ റൺ ബൈ ഗവൺമെന്റോ അല്ലെങ്കിൽ ലോക്കൽ അതോറിറ്റിയോ അവൈലബിൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ കൊണ്ട് ഈ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യാം. ഈ രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ ഇങ്ങനെ ഒരു എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറിന് ഒരു എക്സാമിനേഷൻ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യണം. ഈ എക്സാമിനേഷൻ റിപ്പോർട്ടിൻ്റെ അകത്ത് നമ്മുടെ അക്യൂസ്ഡിന്റെ നെയിം ആൻഡ് അഡ്രസ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഈ അക്യൂസ്ഡിനെ എക്സാമിനേഷന് വേണ്ടി കൊണ്ടുവന്ന ആ പോലീസ് ഓഫീസറിന്റെ നെയിം ആൻഡ് അഡ്രസ് ഉണ്ടായിരിക്കണം. അക്യൂസ്ഡിന്റെ ഏജ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ അക്യൂസ്ഡിന്റെ ബോഡിയിൽ എന്തെങ്കിലും മാർക്ക് ഓഫ് ഇഞ്ചറി ഉണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്തിരിക്കണം ഈ റിപ്പോർട്ടിൻ്റെ അകത്ത്. അതുപോലെ തന്നെ അക്യൂസ്ഡിൽ നിന്നും DNA പ്രൊഫൈലിങ്ങിനൊക്കെ വേണ്ടി എന്തെങ്കിലും മെറ്റീരിയൽ കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മെറ്റീരിയലിന്റെ ഡിസ്ക്രിപ്ഷൻ ഈ എക്സാമിനേഷൻ റിപ്പോർട്ടിൻ്റെ അകത്ത് ഉണ്ടാവണം. അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും മെറ്റീരിയൽസ് കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റീസണബിൾ ഡീറ്റെയിൽ ആയിട്ട് ഈ എക്സാമിനേഷൻ റിപ്പോർട്ടിൻ്റെ അകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ഓരോ കൺക്ലൂഷനും എന്തുകൊണ്ടെത്തി എന്നുള്ളത് റിപ്പോർട്ടിൻ്റെ അകത്ത് മെഡിക്കൽ പ്രാക്ടീഷണർ പ്രിസൈസ്ലി സ്റ്റേറ്റ് ചെയ്തിരിക്കണം. എപ്പോഴാണ് നമ്മുടെ എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്തത്, എപ്പോഴാണ് നമ്മുടെ എക്സാമിനേഷൻ എൻഡ് ചെയ്തത് എന്നുള്ളതും റിപ്പോർട്ടിൻ്റെ അകത്ത് നോട്ട് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ഡിലേ ഒന്നുമില്ലാതെ ഇങ്ങനെ ഒരു എക്സാമിനേഷൻ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്തിട്ട് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറിന് നമ്മുടെ ഈ മെഡിക്കൽ പ്രാക്ടീഷണർ ഫോർവേഡ് ചെയ്തിരിക്കണം. അതിനുശേഷം നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ഈ റിപ്പോർട്ട് മജിസ്ട്രേറ്റിന് ഫോർവേഡ് ചെയ്യും എലോങ് വിത്ത് ദ ചാർജ് ഷീറ്റ് ആണ്. അപ്പം നമ്മുടെ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മെഡിക്കൽ എക്സാമിനേഷൻ ഓഫ് അക്യൂസ്ഡ് ഓഫ് റേപ്പ് ആണ് പറയുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി ഒരു റേപ്പ് കമ്മിറ്റ് ചെയ്തു, അല്ലെങ്കിൽ അറ്റംപ്റ്റ് ടു കമ്മിറ്റ് റേപ്പാണ് അദ്ദേഹത്തിന് മേളിൽ ചാർജ് ചെയ്തിരിക്കുന്ന ഒഫൻസ്. അപ്പൊ ഇദ്ദേഹത്തിന് എക്സാം ചെയ്യുന്നത് വഴി നമ്മുടെ ഈ ഒഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള വാല്യുബിൾ ആയിട്ടുള്ള കുറച്ച് എവിഡൻസ് കിട്ടുമെന്ന് നമ്മുടെ പോലീസ് ഓഫീസർ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഗവൺമെന്റ് റൺ ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ ലോക്കൽ അതോറിറ്റി റൺ ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലിലോ ഒരു രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷനോട് നമ്മുടെ പോലീസ് ഓഫീസറിന് റിക്വസ്റ്റ് ചെയ്യാം ഇദ്ദേഹത്തിനെ എക്സാമിൻ ചെയ്യാൻ പറഞ്ഞുകൊണ്ട്. നമ്മുടെ ഈ ഒഫൻസ് കമ്മിറ്റ് ചെയ്ത ആ പ്ലേസിൽ നിന്നും 16 കിലോമീറ്റർ റേഡിയസിനുള്ളിൽ ഒരു രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ ഇൻ ഹോസ്പിറ്റൽ റൺ ബൈ ഗവൺമെന്റ് അല്ലെങ്കിൽ ലോക്കൽ അതോറിറ്റി അവൈലബിൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെഡിക്കൽ പ്രാക്ടീഷണറിന് ഈ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യാം. ഇങ്ങനെ ഒരു എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്തതിന് ശേഷം ഒരു എക്സാമിനേഷൻ റിപ്പോർട്ട് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറിന് ഡിലേ ഇല്ലാതെ നമ്മുടെ ഈ രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ ഫോർവേഡ് ചെയ്യണം. ഈ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ പിന്നെയാണെങ്കിൽ നമ്മുടെ മജിസ്ട്രേറ്റിന് എലോങ് വിത്ത് ദ ചാർജ് ഷീറ്റ് ഈ എക്സാമിനേഷൻ റിപ്പോർട്ട് ഫോർവേഡ് ചെയ്യും. സെക്ഷൻ 53 ഓഫ് സംഹിതയാണ് പറയുന്നത്, ഒരു വ്യക്തിയെ ഒരു പോലീസ് ഓഫീസർ അറസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ വ്യക്തിയെ നമ്മുടെ സെൻട്രലോ ഒരു സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയോ സർവീസിലുള്ള ഒരു മെഡിക്കൽ ഓഫീസർ എക്സാമിൻ ചെയ്യണം. നമ്മുടെ ഇപ്പൊ ഈ മെഡിക്കൽ ഓഫീസർ അവൈലബിൾ അല്ലാത്ത സാഹചര്യത്തിൽ ഒരു രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണറിന് എക്സാമിൻ ചെയ്യാം. നമ്മുടെ ഈ മെഡിക്കൽ ഓഫീസറിന് തോന്നുകയാണ് ഒന്നുകൂടെ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യണം എന്ന് തോന്നുകയാണെങ്കിൽ ഒന്നുകൂടെ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല.
ഇപ്പൊ ഈ അറസ്റ്റ് ചെയ്ത വ്യക്തി ഒരു ഫീമെയിൽ ആണെങ്കിൽ ഈ ഫീമെയിലിന്റെ മെഡിക്കൽ എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഒരു ഫീമെയിൽ മെഡിക്കൽ ഓഫീസർ ആയിരിക്കണം കണ്ടക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ഫീമെയിൽ മെഡിക്കൽ ഓഫീസറിന്റെ സൂപ്പർവൈസറിന്റെ കീഴിലായിരിക്കണം കണ്ടക്ട് ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ ഫീമെയിൽ മെഡിക്കൽ ഓഫീസർ അവൈലബിൾ അല്ലെങ്കിലോ മോളിൽ പറഞ്ഞ അതേ കേസ് പോലെ ഒരു ഫീമെയിൽ രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണറിന് ഈ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യാം. പിന്നെ നമ്മുടെ ഈ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്ന ഈ മെഡിക്കൽ ഓഫീസർ ആണെങ്കിൽ ഈ അറസ്റ്റഡ് പേഴ്സണെ എക്സാമിൻ ചെയ്തതിന് ശേഷം ഒരു എക്സാമിനേഷൻ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യണം. ഈ എക്സാമിനേഷൻ റിപ്പോർട്ടിൻ്റെ അകത്ത് ആ അറസ്റ്റ് ചെയ്ത ആ വ്യക്തിയുടെ മുകളിൽ എന്തെങ്കിലും ഒരു ഇഞ്ചറിയോ ഒരു മാർക്ക് ഓഫ് വയലൻസോ ഉണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ഈ ഇഞ്ചറിയും മാർക്ക് ഓഫ് വയലൻസും ഇൻഫ്ലിക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു സമയം, ഒരു അപ്രോക്സിമേറ്റ് ടൈമും ഈ എക്സാമിനേഷൻ റിപ്പോർട്ടിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിരിക്കണം. ഈ എക്സാമിനേഷൻ റിപ്പോർട്ടിന്റെ ഒരു കോപ്പി ഒന്നെങ്കിൽ അറസ്റ്റഡ് പേഴ്സൺ അറസ്റ്റിക്ക് കൊടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ അറസ്റ്റ് നോമിനേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് നൽകിയിരിക്കണം. അപ്പൊ ഇത്രയേ ഉള്ളൂ. അറസ്റ്റ് ചെയ്യുമ്പോഴേ ഒരു മെഡിക്കൽ ഓഫീസർ എക്സാമിൻ ചെയ്യണം. മെഡിക്കൽ ഓഫീസർ ഇല്ലെങ്കിൽ ഒരു രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണറിന് എക്സാമിൻ ചെയ്യാം. ഒന്നുകൂടെ എക്സാമിൻ ചെയ്യണമെന്ന് തോന്നിയാൽ മെഡിക്കൽ ഓഫീസറിന് എക്സാമിൻ ചെയ്യാം. ഫീമെയിൽ ആണെങ്കിൽ ഫീമെയിൽ മെഡിക്കൽ ഓഫീസർ വേണം എക്സാമിൻ ചെയ്യാൻ. ഫീമെയിൽ മെഡിക്കൽ ഓഫീസർ ഇല്ലാത്ത സാഹചര്യത്തിൽ ഒരു രജിസ്റ്റേർഡ് ഫീമെയിൽ മെഡിക്കൽ പ്രാക്ടീഷണറിനെ എക്സാമിൻ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ എക്സാമിനേഷൻ റിപ്പോർട്ടിന്റെ ഒരു കോപ്പി നമ്മുടെ അറസ്റ്റഡ് പേഴ്സണ് അല്ലെങ്കിൽ അറസ്റ്റഡ് പേഴ്സൺ നോമിനേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് കൊടുത്തിരിക്കണം. ഡ്യൂട്ടി of the person having custody to take reasonable care for health and the safety of arrested person. സെക്ഷൻ 56 ഓഫ് സംഹിതയാണ് പറയുന്നത്. ഏത് പോലീസ് ഓഫീസർ ആണോ നമ്മുടെ അറസ്റ്റീനെ കസ്റ്റഡിയിൽ എടുക്കുന്നത് ആ പോലീസ് ഓഫീസറിന് ആ അറസ്റ്റിയുടെ ഹെൽത്തും സേഫ്റ്റിക്കും വേണ്ടി റീസണബിൾ കെയർ എടുക്കാനുള്ള ഒരു ഡ്യൂട്ടി ഉണ്ട് എന്നാണ് സെക്ഷൻ 56 ഓഫ് സംഹിതയ്ക്കകത്ത് പറയുന്നത്. ഐഡന്റിഫിക്കേഷൻ ഓഫ് പേഴ്സൺ അറസ്റ്റ് സെക്ഷൻ 54 ആണ് പറയുന്നത്. ഇപ്പൊ പോലീസ് ഓഫീസർ ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്തു. അപ്പം ആ അറസ്റ്റ് ചെയ്ത ആ വ്യക്തിനെ മറ്റൊരു വ്യക്തി അല്ലെങ്കിൽ ഈ ഒഫൻസിന്റെ ഇൻവെസ്റ്റിഗേഷൻ പർപ്പസിന് ആവശ്യമാണെന്ന് കരുതുന്ന ഒരു വ്യക്തി ഐഡന്റിഫൈ ചെയ്യണമെന്ന് നമ്മുടെ ഈ പോലീസ് ഓഫീസറിന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജൂറിസ്ഡിക്ഷനുള്ള കോർട്ടിൽ നമ്മുടെ ഈ പോലീസ് ഓഫീസറിന് റിക്വസ്റ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഈ പോലീസ് ഓഫീസറെ കോർട്ടിൽ റിക്വസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഒന്നെങ്കിൽ ഒരു വ്യക്തിനെ നമ്മുടെ കോർട്ട് തന്നെ പറയും ഈ പേഴ്സൺ നമ്മുടെ അറസ്റ്റീനെ ഐഡന്റിഫൈ ചെയ്യണമെന്ന്. ആണെങ്കിൽ എന്താണ് നമ്മുടെ ഈ അറസ്റ്റഡ് പേഴ്സണെ ഐഡന്റിഫിക്കേഷന് സബ്ജക്റ്റ് ചെയ്യും. ഏതെങ്കിലും ഒരു വ്യക്തി ഐഡന്റിഫൈ ചെയ്തോളാൻ പറയും. നമ്മുടെ ഈ പോലീസ് ഓഫീസർ റിക്വസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്താണ് ഒന്നെങ്കിൽ കോർട്ട് തന്നെ പറയണം ഇന്ന വ്യക്തി ഐഡന്റിഫൈ ചെയ്യണം എന്ന്, അല്ലെങ്കിൽ എന്താണ് ഈ അറസ്റ്റഡ് വ്യക്തിനെ ഐഡന്റിഫിക്കേഷന് സബ്ജക്റ്റ് ചെയ്യും. ഏതൊരു വ്യക്തി വേണമെങ്കിലും നമ്മുടെ പോലീസ് ഓഫീസറിന് ഫിറ്റ് എന്ന് തോന്നുന്ന ഏതൊരു വ്യക്തി വേണമെങ്കിലും ഐഡന്റിഫൈ ചെയ്യാം. ഇപ്പൊ നമ്മൾ ഈ അറസ്റ്റീനെ ഐഡന്റിഫൈ ചെയ്യുന്ന വ്യക്തി മെന്റലി അല്ലെങ്കിൽ ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഒരു ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെ സൂപ്പർവിഷനിലായിരിക്കും ഈ ഐഡന്റിഫിക്കേഷൻ പ്രോസസ്സ് നടക്കുന്നത്. ഈ ഐഡന്റിഫിക്കേഷൻ പ്രോസസ്സ് ഈ ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെ സൂപ്പർവിഷനിൽ നടക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഐഡന്റിഫൈ ചെയ്യുന്ന ആ വ്യക്തി അദ്ദേഹത്തിന് കംഫോർട്ടബിൾ ആയിട്ടുള്ള മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ടാണ് ഈ അറസ്റ്റീനെ ഐഡന്റിഫൈ ചെയ്തത് എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് ഒരു ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെ സൂപ്പർവിഷനിൽ ഇങ്ങനെ ഒരു ഫിസിക്കലി ആൻഡ് മെന്റലി ഡിസേബിൾഡ് ആയിട്ടുള്ള വ്യക്തി അറസ്റ്റീനെ ഐഡന്റിഫൈ ചെയ്യുമ്പോൾ ആ ഐഡന്റിഫിക്കേഷൻ പ്രോസസ്സ് കണ്ടക്ട് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ മെന്റലി അല്ലെങ്കിൽ ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അറസ്റ്റീനെ ഐഡന്റിഫൈ ചെയ്യുന്നതെങ്കിൽ ഈ ഐഡന്റിഫിക്കേഷൻ പ്രോസസ്സ് ഒരു ഓഡിയോ വീഡിയോ ആയിട്ട് റെക്കോർഡ് ചെയ്തിരിക്കും. മനസ്സിലായല്ലോ? ഇപ്പൊ ഇത്രയേ ഉള്ളൂ. ഒരു വ്യക്തിയെ ഐഡന്റിഫൈ ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ജൂറിസ്ഡിക്ഷനുള്ള കോർട്ടിൽ പോലീസ് ഓഫീസർ റിക്വസ്റ്റ് ചെയ്യും. ഒന്നെങ്കിൽ കോർട്ട് പറയും ഈ വ്യക്തിനെ ഐഡന്റിഫിക്കേഷന് സബ്ജക്റ്റ് ചെയ്തോളൂ, അല്ലെങ്കിൽ കോർട്ട് തന്നെ പറയും ഇന്ന വ്യക്തി ഈ വ്യക്തിനെ ഐഡന്റിഫൈ ചെയ്യണമെന്ന്.
അപ്പം ഈ ഐഡന്റിഫൈ ചെയ്യുന്ന ആ വ്യക്തി മെന്റലി ഓർ ഫിസിക്കലി ഡിസേബിൾഡ് ആണെങ്കിൽ ഒരു ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെ സൂപ്പർവിഷനിലായിരിക്കും ഈ ഐഡന്റിഫിക്കേഷൻ നടത്തുന്നത്. ഈ ഐഡന്റിഫിക്കേഷൻ പ്രോസസ്സ് ഇങ്ങനെ ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെ സൂപ്പർവിഷനിൽ നടത്താനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഐഡന്റിഫൈ ചെയ്യുന്ന വ്യക്തി അദ്ദേഹത്തിന് കംഫോർട്ടബിൾ ആയിട്ടുള്ള മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടാണ് ഈ അറസ്റ്റീനെ ഐഡന്റിഫൈ ചെയ്തത് എന്ന് ഉറപ്പുവരുത്താനാണ്. അതുപോലെ തന്നെ മെന്റലി ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ അറസ്റ്റീനെ ഐഡന്റിഫൈ ചെയ്യുന്നതെങ്കിൽ ആ ഐഡന്റിഫിക്കേഷൻ പ്രോസസ്സ് ഓഡിയോ വീഡിയോ ഇലക്ട്രോണിക് മീൻസ് വഴി റെക്കോർഡും ചെയ്യും. താങ്ക് യു. ബാക്കി ഉള്ള ടോപ്പിക്സ് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഇടാം. എല്ലാം കൂടെ ഈ വീഡിയോയിൽ തന്നെ ഇട്ടാൽ ഇത് ഭയങ്കര ലെങ്തി ആയിട്ട് പോകും. അപ്പം അറസ്റ്റ് ബൈ മജിസ്ട്രേറ്റ്, അറസ്റ്റ് ബൈ പ്രൈവറ്റ് പേഴ്സൺ, അതൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നതായിരിക്കും. താങ്ക് യു.